മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതുതന്നെയാണ് അവർ അധികാരത്തിലെത്താൻ കാരണമായിരുന്നതും. എന്നാൽ അത് ജനങ്ങളിലെത്തിക്കുന്നതിൽ മോദി നന്നേ പരാജയപ്പെട്ടു. അതിൻ്റെ പേരിൽ ഈ സർക്കാർ അതിരൂക്ഷ വിമർശനങ്ങളും നേരിടുന്നുണ്ട്. BJPയുടെ കേന്ദ്രമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വോട്ട് കിട്ടാനുള്ള വെറും തന്ത്രമാണെന്ന് പ്രതികരിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ BJP അധ്യക്ഷനും ഇത് തുറന്ന് സമ്മതിച്ചതാണ്. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മധ്യപ്രദേശിൽ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ അതിനു മുൻപ് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചിരുന്നു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും എന്ന് പറഞ്ഞു, അത് അതുപോലെ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ജനതയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലും വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിയുകയാണ് കോൺഗ്രസ്. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് പത്രിക പുറത്തിറക്കിയത്. മുൻ ധനമന്ത്രി P. ചിദംബരത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം 6 മാസമെടുത്താണ് പത്രിക തയ്യാറാക്കിയത്. ജനപ്രിയ വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും പരിഹരിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ന്യായ് പദ്ധതിക്ക് പുറമെ 5 വർഷം കൊണ്ട് 3.5 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുമെന്നും 22 ലക്ഷം സർക്കാർ ജോലികൾ നികത്തും എന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബുധനാഴ്ച കോഴിക്കോടും എത്തുന്നുണ്ട്. അന്ന് കോഴിക്കോട് തങ്ങിയ ശേഷം വ്യാഴാഴ്ച രാവിലെയാകും പ്രകടന പത്രിക സമർപ്പിക്കാനായി രാഹുൽ വയനാട് കളക്ടറേറ്റിലേക്ക് പോവുക. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടാകും. മണ്ഡലത്തിൽ രാഹുലിൻ്റെ റോഡ് ഷോയും ഉണ്ടാകും. അതിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും എന്ന വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണ് രാഹുലിൻ്റെ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കാനുള്ള നേതൃത്വം നൽകിയിരിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് AK ആൻ്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളും അനുഗമിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം മോശം ആരോഗ്യസ്ഥിതിയെ തുടർന്ന് സോണിയാഗാന്ധി എത്തില്ല എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ബുധനാഴ്ച ഗുവാഹട്ടിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്ക് ശേഷം രാത്രിയോടെയാകും രാഹുൽ കോഴിക്കോട്